ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, നിങ്ങളുടെ പോസ്റ്റർ ബോയ് ആയിട്ടുള്ള, നിങ്ങളുടെ മെഗഫോൺ ആയിട്ട് കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടെലിവിഷൻ ആങ്കർ പോലും കഴിഞ്ഞ ദിവസം ഭൂപേന്ദ്ര യാദവിനോട് ചോദിച്ചു, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ തന്നെ റിപ്പോർട്ട്, ഈ ആരവല്ലി മലനിലകളാണ് ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളെ മരുഭൂവൽക്കരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത്, ഇത് ശ്വാസകോശമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പിന്നെ ചോദിക്കുകയാണ്, വലിയ 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 എന്തെങ്കിലും ബിസിനസ് താല്പര്യമാണോ ഇതിന് പിറകിലെന്ന്? ബിഗ് 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 ബിസിനസ്. നമ്മൾ കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയൂ എന്ന തത്വത്തിൽ അത് എടുത്തൂടെ? അഭിലാഷേ, ആശയപരമായി നിങ്ങളെല്ലാവരും ഉയർത്തുന്ന കാര്യത്തോട് ഞാൻ ഒരു വിയോജിപ്പും പുലർത്തുന്നില്ല. പാരിസ്ഥിതിക സംരക്ഷണം, പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ജീവിത സമീപനങ്ങൾ, ഭരണകൂടങ്ങൾ അതിനോട് പുലർത്തേണ്ട കാര്യങ്ങൾ, ഇതിലൊന്നും എനിക്കൊരു വിയോജിപ്പ് അഭിലാഷ ഇല്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് അതാണോ? ആരവല്ലി എന്നൊരു വിഷയവും വെച്ച് കഴിഞ്ഞ 2014 ശേഷം ചില സാംസ്കാരിക പ്രവർത്തകന്മാർ, ചില ആക്ടിവിസ്റ്റുകൾ, ചില പരിസ്ഥിതി പ്രവർത്തകർ, എല്ലാവരെയും ഞാൻ ആ തരത്തിൽ പെടുത്തുന്നില്ല, അവർക്ക് ഉണ്ടായിരിക്കുന്നത് എന്താ? ഈ ചർച്ചയിൽ തന്നെ നോക്കൂ നിങ്ങൾ. ആണവ നയം വന്നു, അദാനി വന്നു, അംബാനി വന്നു. ഇവർക്ക് 1980കളിൽ 28,000 അനധികൃത ഖനനങ്ങൾ ഈ ആരവല്ലി മേഖല അനുവദിച്ചപ്പോൾ ഇവരാരെങ്കിലും ഉറഞ്ഞു തുള്ളിയിരുന്നു? അല്ല, എല്ലാ കാലത്തും എതിർപ്പുണ്ട് ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ. ഇപ്പോഴത്തെ കാര്യം ഇവിടെ നിൽക്കുമ്പോൾ നോക്കൂ, ഡൽഹി എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ എവിടെ നിൽക്കുകയാണ്? ഡൽഹി നിവാസികൾ ശ്വാസം മുട്ടുന്ന ഈ കാലത്ത് 1980 അങ്ങനെയാണ്, 2000 ഇങ്ങനെയാണ്, 1997 അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അഭിലാഷേ, ഞാൻ പറയാം. അഭിലാഷേ, നിങ്ങൾ ഇടയ്ക്ക് കയറി പറയല്ല. നിങ്ങൾക്ക് തന്നെ ഓർമ്മയില്ലേ, ഒരു വലിയ മറ്റൊരു വേദിയുള്ള ചർച്ചയിൽ അഭിലാഷ് ഒരു വിവരക്കേട് പറഞ്ഞപ്പോൾ അത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് വേറെ സ്ഥാപിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എവിടെ? പാലസ്തീനുമായി ബന്ധപ്പെട്ട, ഗസയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നുണകൾ. അല്ല, ഞാൻ ഇതൊന്നും പറഞ്ഞു. അയ്യോ, പാലസ്തീനുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ക്ലിപ്പ് മാത്രം കാണല്ലേ, 2.5 മണിക്കൂറുള്ള ക്ലിപ്പുണ്ട്, ഫുൾ വീഡിയോ ഉണ്ട്, ഞാൻ അയച്ചുതരാം. ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ അഭിലാഷേ. അഭിലാഷ്, നിങ്ങൾ പറയുമ്പോൾ ഒരു മര്യാദ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിരിക്കുക, ഉത്തരം ഞാൻ പറയുമ്പോൾ വഴിതെറ്റി പോകുമ്പോൾ വേറൊരു വിഷയം പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇടപെട്ടത്. ഇസ്രായേൽ പലസ്തീൻ ചർച്ചയുടെ 2.5 മണിക്കൂറുള്ള വീഡിയോ ഞാൻ അങ്ങേക്ക് വാട്സാപ്പിൽ അയച്ചു തരാം, അങ്ങേക്ക് സമയമുണ്ടെങ്കിൽ കേൾക്കൂ. മാറ്റി അർണാബ് ഗോസ്വാമിയെയും മറ്റുള്ളവരെയും അടർത്തി മാറ്റിയ ചില സംഭാഷണങ്ങൾ കൊണ്ടുവരുമ്പോഴുള്ള തെറ്റിദ്ധാരണ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ അഭിലാഷിനെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ലത്. അഭിലാഷേ, ഈ ചർച്ചയിൽ ഒരാൾ പറയുന്നത് കേട്ടു, പണ്ട് ആരോ എന്തൊക്കെയോ ചെയ്തു. അഭിലാഷ്, ഇദ്ദേഹം യാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ മുഴുവൻ മലീമസമായിരുന്നു 2014 മുമ്പ്. അത് അതേപടി നിലനിർത്തുകയാണോ അഭിലാഷ ഉണ്ടായത്? അതല്ലത് പരിഷ്കരിക്കുകയാണോ? ഇന്ത്യയിലെ നദികൾ മുഴുവൻ മലീമസമായിരുന്നു. നമ്മുടെ നദികൾ ശുചീകരിക്കുകയാണോ നശിപ്പിക്കുകയാണോ ഉണ്ടായത്? ഇദ്ദേഹം കേരളത്തിലെ കടലോരങ്ങൾ മുഴുവൻ കാഴ്ച കാണുന്ന ആളാണല്ലോ. പണ്ടാരോ കടലോരങ്ങൾ നശിപ്പിച്ചു എന്ന് പറയുകയാണോ? ബ്ലൂ റെവല്യൂഷനുകളിലൂടെ അതൊക്കെ സംരക്ഷിച്ച് കൂടുതൽ മെച്ചപ്പെടുത്തുകയാണോ ഉണ്ടായത്? സ്വച്ഛ ഭാരതിലൂടെ രാജ്യത്തിൻ്റെ പാരിസ്ഥിതിക പ്രവർത്തനം മെച്ചപ്പെടുത്തിയിട്ടുണ്ടായത്? ഞാൻ അതൊന്നും അഭിലാഷ പറയുന്നു. നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്ന കോടതിയുടെ വിധിയിലെ പ്രധാനപ്പെട്ട വാക്യങ്ങളൊന്ന് വായിക്കാൻ അഭിലാഷ് ക്ഷമ കാണിക്കുമെങ്കിൽ എന്നെ അനുവദിക്കുമോ? നോക്കൂ, കോടതി കൃത്യമായിട്ട് പറയുന്നു. അഭിലാഷ്, ഒരൊറ്റ മിനിറ്റ് എനിക്ക് സമയം തരിക, എന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. വനം എന്നത് രേഖകളിൽ മാത്രം ഉണ്ടാവേണ്ട ഒന്നല്ല. സസ്യാവരണവും പരിസ്ഥിതി സംരക്ഷണവുമുള്ള ഭൂമിയും വനമായി കണക്കാക്കണം. വന നിയമങ്ങൾ അവിടെ കൂടി നടപ്പിലാക്കണം. ഈ വിധിയിൽ സുപ്രീം കോടതി പറയുന്നതാണ് അഭിലാഷേ. പല നോൺ ഫോറസ്റ്റ് ഏരിയകളും വനസംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടുത്തണം. പരിസ്ഥിതി നിയമങ്ങളെ മറികടക്കാൻ സർക്കാരുകൾക്ക് അവകാശമുണ്ടാവില്ല. ഈ വാക്കുകളോട് ഈ പറഞ്ഞ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? പക്ഷെ ഒരു കാര്യം ശരിയാണ് അഭിലാഷേ, നർമ്മദാ നദിയിലെ കുടിവെള്ള പദ്ധതി വന്നപ്പോഴും ആക്ടിവിസ്റ്റുകൾ സമരത്തിനിറങ്ങിയിരുന്നു, അവാർഡ് കിട്ടിയവർ. കാരണം വിദേശ അവാർഡ് സ്വീകരിക്കുന്നവർക്ക് അത്തരം ചില ലക്ഷ്യങ്ങളുണ്ട്. കൂടംകുളം ആണവ നിലയം വന്നപ്പോഴും നമ്മുടെ രാജ്യത്ത് പ്രതിഷേധം ഉയർന്നിരുന്നു, അതിനും പണം കിട്ടിയിരുന്നു. 2014 ശേഷം അത്തരം ചില ഏജൻസികളുടെ വ്യാജ NGOകളുടെ ലൈസൻസുകൾ റദ്ദാക്കുമ്പോൾ അവർ നരേന്ദ്രമോദിക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നതിന് ഞാൻ നിസ്സഹായനാണ് അഭിലാഷേ. മാത്രമല്ല, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഈ കാര്യത്തിൽ എവിടെയാണ് അഭിലാഷ നമുക്ക് വിയോജിക്കാൻ? ഒറ്റ ചോദ്യം അഭിലാഷ പറഞ്ഞാൽ നിർത്താം. ഇവരാരെങ്കിലും കേരളത്തിലെ മുട്ടിൽ മരമുറി വന്നപ്പോൾ ഇവരാരെങ്കിലും, ഈ പരിസ്ഥിതി പ്രവർത്തക സ്നേഹികൾ ആരെങ്കിലും ഒച്ച വെച്ചിരുന്നോ? ആറന്മുള വിമാനത്താവളത്തിലെ പാരിസ്ഥിതിക ആഘാത പ്രവർത്തനത്തിന് ഒരു കുത്തക വന്നപ്പോൾ ഇവരുടെ എല്ലാവരുടെയും വായിൽ
അപ്പം തിരികെയായിരുന്നോ പഴം തിരികെയായിരുന്നവർ അഭിലാഷേ? സ്വന്തം നാട്ടിൽ ജീവിക്കുമ്പോഴും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാത്ത ആളാണോ എന്ന് എനിക്കറിയില്ല. ഈ ആറന്മുള വിമാനത്താവളത്തിനെതിരെയുള്ള സമരത്തിന് ഒരു സെക്കൻഡ് ശ്രീ പക്ഷേ ആറന്മുള വിമാനത്താവളത്തിനെതിരെയുള്ള സമരത്തിന് താങ്കളൊന്ന് കുമ്മനം രാജശേഖരനെ വിളിച്ചു ചോദിച്ചാൽ മതി. കുമ്മനം രാജശേഖരനെ വിളിച്ചു ചോദിച്ചാൽ മതി. കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരുമാണ് ചേർന്ന സമരമായിരുന്നു. പിന്നെ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളും നിങ്ങളെ അയ്യോ അത് കുമ്മനം രാജശേഖരൻ തന്നെ നടത്തിയതല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചാൽ അറിയാം ആരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഒരൊറ്റ കാര്യം, ഈ മുട്ടിൽ മരം മുറിക്കിലേക്ക് നയിച്ച സർക്കാരിന്റെ ഉത്തരവുണ്ടല്ലോ, മരടിൽ ഇവരാരെങ്കിലും ഉണ്ടായിരുന്നോ അഭിലാഷ്? ആ ഉത്തരവ് എത്ര ദിവസം കൊണ്ട് സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു? അതിവിടെ പ്രതികരണവും പ്രതിഷേധവും ഉണ്ടായതുകൊണ്ടാണ്. എത്ര ദിവസം കൊണ്ട് സർക്കാരിന് ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു? ഈ സമീപകാലത്ത് നടന്ന സംഭവമാണല്ലോ. അപ്പോ ഇവിടെ ഉള്ള എല്ലാ വിഷയത്തിലും വളരെ വളരെ കൃത്യമായ പ്രതികരണവും പ്രതിഷേധവും ഉണ്ടാവുന്നുണ്ട്. ഞാൻ അങ്ങ് പറഞ്ഞ ചില കോൺട്രാഡിക്ഷൻസ് ചൂണ്ടിക്കാണിച്ചതാണ്. ഞാൻ അങ്ങ് പറഞ്ഞതിലെ കോൺട്രാഡിക്ഷൻസ് ചൂണ്ടിക്കാണിച്ചതാണ്. അഭിലാഷ് ദയവ് ചെയ്ത് പ്രകോപിതനാവല്ല. ഇത് പ്രകോപനമല്ലെന്ന് വസ്തുതയല്ലേ? ഞാൻ കുറച്ച് കാര്യങ്ങൾ നിരത്തിക്കോട്ടെ. ഉത്തരവൊക്കെ ഒന്ന് പറയാമല്ലോ അഭിലാഷ്. അപ്പോഴ് ഇവർ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് അഭിലാഷേ, പശ്ചിമഘട്ടത്തിലകളിലെ ഗാഡ്ഗിൽ കമ്മിറ്റിക്കെതിരായി പ്രക്ഷോഭം നടന്നപ്പോൾ ഇവർ എത്ര പേർ മുമ്പിലുണ്ടായിരുന്നു? എൻ്റെ താമരശ്ശേരിയിൽ ഇടതും വലതും ഒരുമിച്ച് വന്ന് ഫോറസ്റ്റ് രേഖകൾ അന്യായമായി കൈവശപ്പെടുത്തിയ രേഖ സൂക്ഷിച്ച താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചപ്പോൾ ഇവരാരെങ്കിലും ഒരക്ഷരം ഉരിയാടിയിരുന്നു അഭിലാഷേ? നെൽവയൽ തീർത്ഥട നിയമം കേരളത്തിന് പരിസ്ഥിതിക്കാകാതെ നടപ്പിലാക്കിയപ്പോൾ ഇവരാരെങ്കിലും ശബ്ദിച്ചിരുന്നു അഭിലാഷേ? സൈലന്റ് വാലിയിലേക്ക് ആ പ്രോജക്ടിനെതിരായിട്ടുള്ള കോടതി ഇടപെടുത്തുമ്പോൾ ഇവരാരെങ്കിലും മിണ്ടിയിരുന്നു അഭിലാഷേ? മരട് ഫ്ലാറ്റിൽ അപ്പൊ അഭിലാഷ് ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാറ്റണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഒരാശയത്തോടും ഒരു പാരിസ്ഥിതിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു ഞാനോ ഭാരതീയ ജനതാ പാർട്ടിയോ പിന്തുണയ്ക്കില്ല. അത്തരം ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ അങ്ങ് കഴിഞ്ഞ ആഴ്ച മാത്രം പത്രം വായിക്കാൻ തുടങ്ങിയ ഒരാളെ പോലെ സംസാരിക്കല്ലേ? സൈലന്റ് വാലി സമരം, സൈലന്റ് വാലി പ്രക്ഷോഭം എന്തായിരുന്നു എന്ന് അങ്ങേക്ക് അറിയാത്തതാണോ? ഈ പറഞ്ഞ ഈ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ സമയത്ത് ഉണ്ടായ കാര്യങ്ങൾ അങ്ങേക്ക് അറിയാത്തതാണോ? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? ചിലരുണ്ടായിരുന്നു. അല്ലല്ല അഭിലാഷേ, ചിലയിടത്ത് ചിലരുണ്ടായിരുന്നു, ചിലരല്ല. പക്ഷെ അത് ചില കാര്യങ്ങൾ നോക്കിയുമായിരുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശരി.